നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനും റോഡ് ഷോയും മേപ്പയൂർ സംഘടിപ്പിച്ചു. വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ UDFന് അനുകൂലമാണെന്ന് ഷാഫി പറമ്പിൽ MP അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ തുടർഭരണം സമസ്ത മേഖലയിലും കൊള്ള നടത്താനുള്ള സാഹചര്യമാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിലെ സ്വർണ്ണമോഷണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഭരണമാറ്റത്തിനുള്ള തുടക്കമാവട്ടെ എന്നും മേപ്പയൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുനീർ എരവത്തിനെയും ഡിവിഷന് കീഴിലുള്ള 9 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും 63 ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വിജയിപ്പിച്ചാൽ നിങ്ങളൊട്ടും ഖേദിക്കേണ്ടി വരില്ലയെന്നും ഇന്നു കാണുന്ന വികസന മുരടിപ്പ് ഇല്ലാതാവുമെന്നും നിങ്ങളുടെ സമ്മതിദാനാവകാശം UDFന് അനുകൂലമായി വിനിയോഗിക്കണമെന്നും MP പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള റോഡ് ഷോയും ജില്ലാ ഡിവിഷന് കീഴിലുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനവും ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. മേഖലകളിൽ അവനവന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് അപ്പുറത്തേക്കും കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു മനസ്സ് മുനീർ മാഷ്ക്കുണ്ടെങ്കിൽ മേപ്പയൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ ഒരു വോട്ട് അദ്ദേഹത്തിന് നൽകുകയാണെങ്കിൽ അതിന്റെ ഗുണം ഡിവിഷനിലെ ജനങ്ങൾക്കും നാടിനും ഉണ്ടായിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം അദ്ദേഹത്തിന്റെ വിജയത്തിനും ഒപ്പം ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ സാരഥികൾ നമ്മളോടൊപ്പമുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി ഈ ഡിവിഷന് കീഴിലുള്ള അനേകം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ ഗ്രാമസ്വരാജിന്റെ ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തകൻ, വീട്ടുകാരെ പോലെ ജനങ്ങൾ വിളിച്ച അവകാശങ്ങൾ പറയുന്ന താഴെത്തട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന അവരും MP-മാരാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, മെമ്പർ ഓഫ് പാർലമെന്റ്, മെമ്പർ ഓഫ് പഞ്ചായത്തും അവരും MP-മാരാണ്. നമ്മളിവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാരഥികളാണ്. ജനപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കും, ജനങ്ങളുടെ കൂടെയുള്ളവരായിരിക്കും, വാർഡിന്റെ വികസന കാര്യങ്ങളിലും ഉണ്ടായിരിക്കും എന്നുള്ളതും സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പേരാമ്പ്ര നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TK ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുനീർ എരവത്ത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജില്ലാ UDF കമ്മിറ്റി എന്നെ നിയോഗിച്ചിരിക്കുക. ദീർഘകാലമായി ഇടതുപക്ഷം വിജയിച്ചു പോരുന്ന ഒരു മണ്ഡലത്തിൽ ഈ തവണ ഈ മണ്ഡലം തിരിച്ചുപിടിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനവേദി ഉണ്ടാക്കിയെടുക്കാനുള്ള നിയോഗമാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ E അശോകൻ, സത്യൻ കടിയങ്ങാട്, PM ജോർജ്, KM സുരേഷ് ബാബു, BV രാജേഷ്, P ചന്ദ്രൻ, മനോജ് ആവള, CP കുഞ്ഞമ്മദ്, PC മുഹമ്മദ്, സിറാജ്, KP രാമചന്ദ്രൻ, K മധുകൃഷ്ണൻ, പറമ്പാട്ട് സുധാകരൻ, കമ്മന അബ്ദുറഹ്മാൻ, PK അനീഷ്, KP വേണുഗോപാൽ, MM അഷറഫ്, OM രാജൻ, MK അബ്ദുറഹ്മാൻ, KMA അസീസ്, MK ഫസലുർ റഹ്മാൻ, CM ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.